5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നു എന്ന വാർത്ത. ഇന്നോ നാളെയോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ സാധ്യത. കേരളത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 3-ാം വാരത്തിലാകും മിക്കവാറും വോട്ടെടുപ്പെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മെയ് മാസം ആദ്യവാരം ഫലപ്രഖ്യാപനവും വരും. SKN കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഇനി ഏതു നിമിഷവും ഉണ്ടാകും. ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടായേക്കും. ഇന്ന് പ്രഖ്യാപനത്തിനുള്ള സാധ്യത ഒരുപക്ഷെ കുറവാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത് ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. അതുകൊണ്ട് അതുകൂടി കഴിഞ്ഞതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മതി എന്ന തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുകയാണെങ്കിൽ നാളെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. ഏതായാലും ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് ഏപ്രിൽ 17-നും 23-നും ഇടയിലായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് സൂചന ലഭിക്കുന്നത്. ഒറ്റഘട്ടമായി കഴിഞ്ഞ തവണത്തേതുപോലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കും. കഴിഞ്ഞ തവണ കേരളത്തിൽ 2016-ൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 99 സീറ്റാണെന്ന് ഇടതുമുന്നണിക്ക് ലഭിച്ചിരുന്നത്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നു. ഫലം അങ്ങനെ മാറി മറിയുന്നതായിരുന്നു പിന്നീട് കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് തൊട്ടുമുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ UDFന് വലിയ ആധിപത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. സംസ്ഥാനത്ത് ആദ്യമായി BJP അക്കൗണ്ട് തുറക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഇടതുമുന്നണിക്ക് പരമ്പരാഗതമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ലഭിച്ചിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കഴിഞ്ഞ തവണ അടിതെറ്റി. ഏതായാലും വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണം എന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല എന്നാണ് പിന്നീട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ 2011-ൽ ഈ മണ്ഡല പുനഃസംഘടന വന്നപ്പോൾ LDFന് മേൽക്കൈ ലഭിക്കത്തക്ക വിധമായിരുന്നു മണ്ഡലങ്ങളുടെ അതിരുകൾ നിശ്ചയിച്ചിരുന്നത് എന്ന ആരോപണം ഉണ്ടായിരുന്നു. 2011-ൽ തന്നെ അന്ന് VSന് ഒരു തുടർഭരണം വേണ്ട എന്ന ഒരു നിലപാട് CPIMലെ ഒരു വിഭാഗം നേതാക്കൾ എടുത്തു എന്ന ആരോപണവും ഉണ്ടായിരുന്നു. 68 സീറ്റ് അന്ന് LDF നേടുകയും ചെയ്തു. അന്ന് അതിനുശേഷം 2016-ൽ LDF വരുന്നു, 91 സീറ്റ് നേടി. കഴിഞ്ഞ തവണ 8 സീറ്റുകൾ കൂടി LDFന് വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ചിത്രം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ UDF ആകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ ഫലം വെച്ച് ഏതാണ്ട് 79 സീറ്റുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചിത്രം നോക്കുകയാണെങ്കിൽ 79 മണ്ഡലങ്ങളിൽ UDFന് ലീഡുണ്ട്. അത് നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് UDF നേതാക്കളുള്ളത്.